ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള 20 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് നേരത്തെ നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി അതൊക്കെ എടുത്തൊന്ന് പൊടി തട്ടിയെടുക്കുക. അല്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ ഫാക്ട്സുകളൊക്കെ നന്നായിട്ട് പഠിക്കുക. കാരണം ഇതൊക്കെ എന്തായാലും കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 2026 ജനുവരിയിൽ യൂറോപ്യൻ യൂണിയൻ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഇറാൻ സൈന്യം ഏതാണ് എന്നാണ്. അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, റവല്യൂഷണറി ഗാർഡ് കേട്ടോ. ഓപ്ഷൻ സി ആണ് റവല്യൂഷണറി ഗാർഡ്. അടുത്തത്, രാജ്യത്ത് ആദ്യമായി കോർണിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ജില്ലാതല സർക്കാർ ആശുപത്രി ഏതാണ്? അത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം ജനറൽ ആശുപത്രി. സമർത്ത് പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? അതേതാണ്? ഛത്തീസ്ഗഡിലെ ദംതാരി ജില്ലയാണ് കേട്ടോ. ദംതാരി ജില്ലയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഓർത്തു വെക്കുക. സമർത്ത് പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യ ജില്ലയാണ് ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്ന ദംതാരി. സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? അതേതാണ്? കേരളമാണ്. ഓപ്ഷൻ സി, കേരളം. കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മജീവി ആയി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതിനെയാണ്? ഏതാണത്? ബാസിലസ് സെപ്റ്റിലിസ്. ഓർത്തു വെക്കുക, ബാസിലസ് സെപ്റ്റിലിസ് ആണ് കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മജീവി. ഇന്ത്യയിലെ ആദ്യ മെനോപോസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം ഏത്? അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര കേട്ടോ. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യ മെനോപോസ് ക്ലിനിക് ആരംഭിച്ചത്. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് അതാണെന്ത്? ഓപ്ഷൻ സി, സ്നേഹം. സ്നേഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ സി, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായി നിയമിതയായത് ആരാണ് ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമിയുടെ പ്രസിഡന്റ്? PT ഉഷ. ആഗോളതലത്തിൽ 5G മൊബൈൽ ഉപയോക്താക്കളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? എത്രാമത്തതാണ്? 2ാം സ്ഥാനമാണ്. മുന്നിലാരാണ്? ചൈനയാണ് കേട്ടോ. 1ാം സ്ഥാനം ചൈനയ്ക്ക്. 27 വർഷത്തെ സേവനത്തിന് ശേഷം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക ആരാണ്? നമ്മുടെ സുനിത വില്യംസ് അല്ലേ? കഴിഞ്ഞ ദിവസം കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം സിറ്റി എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? അതേതാണ്? കർണാടക. ഓപ്ഷൻ സി, കർണാടക. മലയോരങ്ങളിൽ കാട്ടിക്കൊടുക്കുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷി രീതി ഏതാണ്? അതാണ് പുനം കൃഷി കേട്ടോ. പുനം കൃഷി. കർണാടകവുമായും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണത്? മുത്തങ്ങ. മുത്തങ്ങ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്ടിലാണ്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി സജ്ജമായ സംസ്ഥാനം ഏതാണത്? അസം കേട്ടോ. ഏതാണ് ആ സംസ്ഥാനം? അസം. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? അതാണ് ഓപ്ഷൻ ബി, അക്ഷരം ആരോഗ്യം. രൺ ഭൂമി ദർശൻ പദ്ധതിയുടെ ഭാഗമായി 2025 ഡിസംബറിൽ വിനോദസഞ്ചാരത്തിനായി തുറന്നുകൊടുത്ത സിക്കിമിലെ ചുരങ്ങൾ ഏതൊക്കെയായിരുന്നു? ചോല, ഡോക്ല. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോളുകൾക്കായി ട്രായ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ പുതിയ നമ്പർ സീരീസ് ഏതാണ്? അതേതാണ്? 1600. 1600. മലയോരങ്ങളിൽ കാട്ടിക്കൊടുക്കുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷി രീതി അത് പുനം കൃഷിയാണ് കേട്ടോ. അത് റിപ്പീറ്റ് ആയി പോയതാ, ക്ഷമിക്കുക. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ആരാണ്? ഗ്രാസ മിഷേൽ അല്ലേ? ഗ്രാസ മിഷേൽ. അപ്പൊ നമ്മളിപ്പോ
20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്ന് റിപ്പീറ്റ് ആയിപ്പോയി, ക്ഷമിക്കുക. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നാളെ മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.